ഗർഭിണിയാവുമ്പം ചിലരുടെയൊക്കെ മുടി പൊഴിഞ്ഞു തുടങ്ങിയ ഒരു പൊഴിയലാണ്. അപ്പോൾ പ്രസവം കഴിയുമ്പോൾ വീണ്ടും മുടി പൊഴിച്ചിൽ കൂടുകയാണ്. ഈ മുടി പൊഴിച്ചിലും പ്രസവവുമായിട്ട് ബന്ധമുണ്ടോ ശരിക്കും? നമ്മുടെ ബോഡിയിൽ ഹോർമോൺ വേരിയേഷൻ ഉണ്ടാവുക, അതായത് എസ്പെഷ്യലി ഒരു ഡെലിവറി കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ഈസ്ട്രോജൻ വിഡ്രോവൽ ഉണ്ടാവും. ഇത് ശരീരത്തിന് അത്രയും നാൾ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്ത ഹോർമോൺസ് എല്ലാം പെട്ടെന്ന് കുറയും. ഇതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ടാണ് മുടി കൊഴിയുന്നത്. പക്ഷെ അതുകൊണ്ട് ജീവിതകാലം മുടി വരില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഈ പറയുന്ന പോലെ സിൻസ് ബേബീനെ ലാച്ചിങ് ചെയ്യുന്ന സമയത്ത് കുറേ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് ഇവരൻ എന്താണോ ന്യൂട്രീഷണൽ നീഡ്സ് അത് കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ മുടി കൊഴിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അത് പ്രസവിക്കണം എന്നില്ല. ഈവൻ ഡയറ്റ് ചെയ്യുന്ന ഒരു മദർ ഒരു ഏതൊരു ലേഡി ആണെങ്കിൽ നമുക്കറിയാം മുടി തിന്നാവും, നഖം പൊട്ടിപ്പോവും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് പോകുന്നത്. ഈ എന്തായാലും ഈസ്ട്രോജൻ്റെ വിഡ്രോവൽ കൊണ്ട് കുറച്ചൊക്കെ പോകും. അങ്ങ് നിർത്താതെ പൊഴിയുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ചെക്ക് ചെയ്യേണ്ട മേ ബി അവർ ന്യൂട്രീഷനിസ്റ്റിനെയോ ഡയറ്റീഷ്യനെയോ കണ്ടിട്ട് അവരെ ന്യൂട്രീഷണൽ നീഡ്സ് അവർ അയൺ കാൽഷ്യം ഒക്കെ എടുക്കാൻ ഡോക്ടേഴ്സ് ആഫ്റ്റർ ഡെലിവറി പറയുന്നത് ഈ കാരണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ കാണാറൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഹെഡ് മസാജസ് അതുപോലെ ശിരോധാരയൊക്കെ ചെയ്യുമ്പോൾ പുതിയ ഹെയറിനെ ഗ്രോ ചെയ്യാനായിട്ടും സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ ഭക്ഷണവും കൂടെ കൃത്യമാക്കിയാൽ മാത്രമേ ഹെയർ ലോസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂ. പുതിയ വരുന്ന ഹെയർസ് നല്ല തിക്കായിട്ടുള്ള ഹെയറും ഉണ്ടാവുള്ളൂ. ഇപ്പം കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഡെലിവറിക്കാർക്ക് ഒരു 1 മന്ത് കഴിയുമ്പം, അതുപോലെ സിസേറിയൻകാർക്ക് ഒരു 3 മന്ത്സ് കഴിയുമ്പം അതാണൊരു ഫിസിക്കൽ കോൺടാക്റ്റ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ശരിയാണോ? നമുക്കൊരു യൂട്രസ് ഇൻവല്യൂട്ട് ആയി കഴിഞ്ഞിട്ട് അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് കോൺടാക്റ്റിൽ ആവാവുന്നതാണ്. അല്ലാതെ ഇന്ന ടൈം എന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ മദർ ഹെൽത്തി ആണ്, അവർക്ക് ആ റിക്കവറി ഓക്കെ ആയി. നമ്മൾ 6 വീക്സ് എങ്കിലും മിനിമം പറയും. കാരണം യൂട്രസ് തിരിച്ച് ആ രൂപത്തിലെത്തുക. ഇനി അവർക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേ ബി അവർക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏത് ആഫ്റ്റർ 6 വീക്സ് എനി ടൈം നോക്കാം. അതുപോലെ സി സെക്ഷൻ ആണെങ്കിൽ ആ സ്റ്റിച്ചിൽ അധികം പ്രഷർ വരാത്ത ഒരു ടൈമിൽ നോക്കി, അതായത് ആ ഒരു പീരീഡിന് ശേഷം കോൺടാക്റ്റ് വെക്കുന്നതായിരിക്കും ഐഡിയൽ. 2 കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഏജ് ഗ്യാപ്പ് എത്രയാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഇത് വെച്ചിട്ട്? ഒന്ന് നമ്മൾ ഏതാണ് ഫസ്റ്റ് ഡെലിവറി ഏത് പീരിയഡിലാണ് കൺസീവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എൽഡർലി പ്രൈമി എന്ന് പറയും, ലൈക്ക് ഒരു 35 ഇയേഴ്സ് എബവ് ആണെങ്കിൽ നമ്മൾ പറയും പെട്ടെന്ന് സൂണറായിട്ട്, കാരണം അവർ എഗ് ക്വാളിറ്റി കുറയും. ഇത് കാരണം നമ്മൾ മേ ബി ഒരു 28 ലൈക്ക് ഒരു മന്ത്സിനുള്ളിൽ തന്നെ അടുത്തത് കൺസീവ് ആകണം എന്ന് പറയും. ഈവൻ ഇപ്പോൾ ഒരു വേറെ കംപ്ലയിൻ്റ് ഇല്ല, ഒരു റിപ്രൊഡക്റ്റീവ് ഏജിൽ തന്നെയാണ്, ലൈക്ക് ഒരു ഏർലി 20s ആവുന്നവരാണെങ്കിൽ പോലും 28 മന്ത്സ് കഴിഞ്ഞിട്ട് കൺസീവ് ആവുന്ന ഐഡിയല്ല. പിന്നെ ബേസ്ഡ് ഓൺ അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ചിലർ വർക്കിംഗ് ആയിരിക്കും. പെട്ടെന്നൊരു പുതിയ കൊച്ചിനെ അവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, മറ്റേ കുട്ടീനെ വളർത്തുന്നുണ്ടാവും. ഇപ്പോൾ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയാണ്. ഈ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് തന്നെ 2 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ കുട്ടീനെ ടേക്ക് കെയർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ചിലർ ഡിലേ ചെയ്യും. പക്ഷേ ഒരു എൽഡർലി പ്രൈമി ആണെങ്കിൽ ഞാൻ പറയും വിത്തിൻ ഒരു 28 മന്ത്സ് അല്ലെങ്കിൽ ഒരു 2 ഇയേഴ്സിന് കഴിയുമ്പോൾ തന്നെ അടുത്ത നിങ്ങൾക്ക് കൺസീവ് ആവണമെങ്കിൽ എത്രയും നേരത്തെ കൺസീവ് ആകുക. ഇപ്പം ആദ്യ പ്രസവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരും അതിന് ഒരുപാട് ഏജുകൾ പറയാറുണ്ട്. നമ്മൾ പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് യുവർ ബോഡി ഈസ് റെഡി, യു ക്യാൻ ഗെറ്റ് പ്രഗ്നൻറ്റ്, ബട്ട് യു നോട്ട് റെഡി ടു ബി എ മദർ യെറ്റ്. അപ്പോൾ ശരിക്കും ആ ഒരു എക്സാക്ട്ലി ഒരു ഏജ് റേഞ്ച് പറഞ്ഞാൽ ആ പ്രസവത്തിന് പറ്റിയ ആയുർവേദിക് ആ ഒരു ഇത് വെച്ച് പറയണമെങ്കിൽ പ്രസവത്തിന് പറ്റിയ ഏറ്റവും കറക്റ്റ് ഏജ് ഏതാണ്? നമ്മളെല്ലാവരും പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് റിപ്രൊഡക്റ്റീവ് ഏജ് ഏർലി 20s ആണ്. കാരണം മിനിമൽ കോംപ്ലിക്കേഷൻസ് ആണ്. കുട്ടിക്കാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ അസുഖങ്ങൾ വളരെ മിനിമലായിരിക്കും. അതുകൊണ്ട് ആസ് പെർ ടെക്സ്ച്വൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കംപ്ലയിൻറ്റ്സ് കുറവാണെങ്കിൽ ഏർലി 20s തന്നെയാണ്. പക്ഷേ ബട്ട് സ്റ്റിൽ കുറേ നമ്മൾ പറയാം എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇന്ന് കൺസ്യൂം, സോ വി കാൻ ടെൽ ദം. ബട്ട് മേക്ക് ഷുവർ യു കീപ്പ് യുവർ ബോഡി ഹെൽത്തി. ലൈക്ക് നമ്മളിപ്പോൾ പറയുന്നുണ്ട് ഫിസിക്കൽ ഏജ് എന്ന് പറയുന്നൊരു ഏജും ഉണ്ട്, അല്ലാതെ നമ്മുടെ ഒരു ഹെൽത്ത് ഏജും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നമ്മുടെ അവയവങ്ങളൊക്കെ ആ ഒരു ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എനർജി ഒരു ബേസിൽ മെറ്റബോളിസം നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ പറയുന്നത് മെറ്റബോളിക് ഏജ് എന്നാണ് അതിന് പറയുന്നത്. മെറ്റബോളിക് ഏജ് 20 വയസ്സായാലും മതി കൺസീവ് ആവാൻ. ഡോക്ടർ, പ്രസവശേഷം സ്ത്രീകൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? അത് ഞാനും കുറേ കേട്ടിട്ടുള്ളത് വയറ് ചാടുന്നുള്ളത്. ഇത് ഒരിക്കലും ചെയ്യരുത്. വെള്ളം കുടിച്ചാലൊന്നും വയറ് ചാടില്ല. കാരണം വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നടക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ ഹെവി കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. ഇതുകൊണ്ട് ഫിഷേഴ്സും മെയിൻ ഫിഷേഴ്സും എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം നിർബന്ധമാണ്. കുട്ടിയുടെ പാല് ക്വാണ്ടിറ്റി സഫീഷ്യൻ്റ് ആവില്ല. വെള്ളം നന്നായിട്ട് കുടിച്ചാൽ പാലിൽ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. ഈ വെള്ളം നിർബന്ധം. വയറ് ചാടും എന്നും ആണ് എല്ലാവരും ഞാൻ പറയുക. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് വരെ അങ്ങനെ വെള്ളം കുടിച്ച ആർക്കും വയറ് ചാടിയിട്ടില്ല. വെള്ളം നല്ല രീതിയിൽ കുടിക്കണം. സാധാരണക്കാട്ടി കുറച്ച് കൂടുതൽ കുടിച്ചാൽ അത്രയും നല്ലത്. കാരണം അത്രത്തോളം അവർ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണം. അതുപോലെ പ്രസവശേഷം ആളുകൾ ചെയ്യുന്ന
വലിയൊരു മണ്ടത്തരം എന്താണ് എന്ന് ഞാൻ ചോദിച്ചാൽ ഇതുവരെ എനിക്ക് തോന്നുന്നു ഒന്ന് മേ ബി അവർ ചെയ്യുന്ന മണ്ടത്തിന് ചുറ്റുമുള്ളവർ പറയുന്ന ഒരു കാര്യം വെയിറ്റ് പുട്ട് ഓൺ ചെയ്ത് അവർ ജഡ്ജ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. വെയിറ്റ് വെച്ചു, വണ്ണം വെച്ചു, അല്ലെങ്കിൽ ആ ആൾ പ്രസവം കഴിഞ്ഞ് വെച്ചില്ല, നീ വെച്ചു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് അവരെ ഭയങ്കരമായിട്ട് ചെയ്ത അതുകൊണ്ട് കാണിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഈ പറയുന്ന വെയിറ്റ് ലോസ്. അതായത് ക്രാഷ് വെയിറ്റ് ലോസ്, ഭക്ഷണം കഴിക്കാതിരിക്കുക, പട്ടിണി കിടക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു മണ്ടത്തരമായിട്ട് തന്നെ പറയുന്നത്. പക്ഷേ നമ്മളതിപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കുറേ പേര് അത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ സ്പീഡി റിക്കവറി, പെട്ടെന്ന് ജിമ്മിൽ ജോയിൻ ചെയ്യുക, പെട്ടെന്ന് ഹെവി വർക്ക് എടുക്കുക, അതൊക്കെയാണ് ഏറ്റവും വലിയ ലോങ് സിറ്റിംഗ് ചെയ്യുക, അതൊക്കെ അവോയ്ഡ് ചെയ്താൽ നല്ലതായിരിക്കും.